വാസ്തവത്തിൽ ഈ 5 കാര്യങ്ങളാണ് വാസ്തവത്തിൽ സുവിശേഷം കേൾക്കുന്ന വഴി, വചനം കേൾക്കുന്ന വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളും ചോദിച്ചിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നവരല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വഴി സംഭവിച്ചൊരു അയക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ്. നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് ലഭിച്ചതല്ല, ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല, മറിച്ച് ആവശ്യപ്പെടാതെ ചോദിക്കാതെ നമുക്ക് ലഭിച്ച ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമ്മൾക്ക് ജീവിതത്തിൽ പ്രധാനമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തീർച്ചയുള്ള കാര്യവും സമയവും കാലവും തീയതിയും മാത്രം അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാനും നിങ്ങളും ഇനി മരിക്കുമെന്നുള്ളൊരു കാര്യം. നമ്മൾ ജനിച്ചവരാണെങ്കിൽ നമ്മൾ മരിക്കും. മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ വേർപെടുന്ന നിമിഷമാണ് മരിക്കുക എന്ന് പറയുന്നത്. ശാരീരികമായിട്ടുള്ള വേർപാട് എന്നാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കാലം ആണ് നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത്. എത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കും, എങ്ങനെ ജീവിക്കും, അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ക്രമീകരണത്തിലാണ്. ഇനിയും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചാൽ അതിനും വചനം നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ജീവിതം കൊണ്ട് പ്രധാനമായിട്ടും എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതിന് നമുക്ക് പറയാൻ സാധിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ വ്യക്തമായിട്ട് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 26-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മളോട് പറയുകയാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്തു പ്രയോജനം? അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് അയച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാൻ വരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം. സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 6ഉം 7ഉം വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രം ഉടയും, നീർത്തൊട്ടിയുടെ ചക്രം തകരും. ഇത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന 2-3 കാര്യങ്ങളെപ്പറ്റി പറയുന്നത്, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങും. ഇത് ഒരു സൂചനയാണ്, ഒരു യാഥാർത്ഥ്യം വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരിക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി പറയുന്നുണ്ട്. ദൈവം മണ്ണുകൊണ്ടാണ് മനുഷ്യരൂപമുണ്ടാക്കിയത്. അവ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്, മനുഷ്യരൂപമുണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ്. എന്നിട്ട് ആ രൂപത്തിലേക്ക് ദൈവം തമ്പുരാൻ ഒന്ന് നിശ്വസിച്ചു, ഊതി എന്നൊക്കെ പറയാം. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൈതന്യം ആ രൂപത്തിലേക്ക് പ്രവേശിച്ച് വസിക്കാൻ തുടങ്ങി. 2, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരാത്മാവ് രൂപപ്പെട്ട് അതിൽ കുടികൊള്ളാൻ തുടങ്ങി. 3, ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ രൂപത്തിൻ്റെ അവയവങ്ങൾക്ക് ചലനാത്മക ശക്തി ലഭിച്ചു. ഈ 3 കാര്യങ്ങൾ കൂട്ടിവെച്ച് കെട്ടിയിരിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്.
ഈ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ; രണ്ട്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവ്; മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്ന ശരീരത്തിന് ഒരു ചലനാത്മക ശക്തി ലഭിച്ചു. കൈയനക്കാം, കാലനക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടിവെച്ച് കെട്ടിയിരിക്കുന്ന ഈ കെട്ട്, ഈ വെള്ളിച്ചിരട് പൊട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മൂന്നും മൂന്നായിട്ടങ്ങ് തിരിയും. ദൈവത്തിൻ്റെ ചൈതന്യം ദൈവത്തിങ്കിലേക്ക് പോകും. രണ്ട്, ഈ ശരീരം എവിടെ നിന്ന് എടുക്കപ്പെട്ടോ ആ മണ്ണിലേക്ക്, പൂഴിയിലേക്ക് ശരീരം മടങ്ങിപ്പോകും. അപ്പോഴൊരു ചോദ്യം: ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ ആത്മാവ് എവിടെ പോകും എന്നൊരു ചോദ്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോൾ, ഈ ശരീരം കൊണ്ടും ഈ ശരീരത്തിൻ്റെ കഴിവ് കൊണ്ടും ഈ ബുദ്ധി കൊണ്ടും ഇപ്പം കിട്ടിയിരിക്കുന്ന ഭൗതികമായ പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ നേടിയെടുക്കേണ്ടത് എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ, ഈ ആത്മാവിനെ നേടുവാൻ വേണ്ടി ആയിരിക്കണം. അതാണ് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാ. സങ്കീർത്തനം 90 വളരെ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. വളരെ കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കുന്നു. അത് മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി പറയുന്നത് 70 വത്സരമാണെന്നും ഏറിയൽ 80 ആണെന്നും കൃത്യമായിട്ടത് പറയുന്നുണ്ട്. വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. ഇത് ഈ 70 വർഷമോ 80 വർഷമോ ദുഃഖമോ ദുരിതവുമാണെങ്കിലും അത് വളരെ പെട്ടെന്ന് കടന്നു പോകും. നമ്മുടെ പ്രായം നോക്കിയാൽ മതി. ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ചോദിച്ചാൽ പെട്ടെന്ന് കടന്നുപോയി. ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, വേദനകളുണ്ട്, പലവിധമായ അസ്വസ്ഥതകളുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് കടന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ നിസ്സാരതയെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഈ ജീവിതത്തിൻ്റെ നിസ്സാരതയെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിന് 2-3 ഘട്ടങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തി ജനിച്ച് വീണ് സ്വന്തം കാലയിൽ നിൽക്കാനെടുക്കുന്ന പ്രായമെന്ന് പറയുന്നത്, കാലമെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 30 വർഷമാണ്. നമുക്കറിയാം, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മോശ ദൗത്യം ഏറ്റെടുത്തത് 30-ാമത്തെ വയസ്സിലാണ്.